നെയ്ത്തുകാരൻ എന്നുള്ള സിനിമയുടെ അകത്ത് അതുല്യ നടൻ മുരളിയോടൊപ്പം അഭിനയിക്കുകയും അതിൽ നായകൻ്റെ നായിക അല്ലാഞ്ഞിട്ട് പോലും അത്ര തന്നെ പ്രാധാന്യമുണ്ട് ആ സിനിമയ്ക്കകത്ത് സോന നായർ ചെയ്യുന്ന കഥാപാത്രത്തിന് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ സോന നായർക്ക് മുരളി തരികയും വായനാശീലത്തെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കവിതകൾ ചൊല്ലി തരുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ നെയ്ത്തുകാരൻ എന്നുള്ള ഷൂട്ടിംഗ് സമയം മൊത്തം ഓർത്തെടുക്കുക? നെയ്ത്തുകാരൻ പ്രിയനന്ദനൻ, ഞങ്ങൾക്ക് 3 പേർക്ക്, പ്രിയനന്ദനും ഡയറക്ടർ, എനിക്കും സ്റ്റേറ്റ് അവാർഡ്, മുരളി സാറിന് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. അപ്പം ഞങ്ങൾക്ക് 3 എന്താ പറയുക റെക്കഗ്നീഷനുള്ള ഒരു മൂവിയായിരുന്നു. പടം വളരെ എന്താ പറയുക ലോ ബഡ്ജറ്റിൽ ചെയ്ത ഏറ്റവും ഒരു പാവപ്പെട്ട പടം എന്ന് വേണമെങ്കിൽ പറയാം. അതിലുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ലോ ബഡ്ജറ്റിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ മുരളി സാറാണ് അതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുന്നേ വടക്കുന്നാഥനൊക്കെ ചെയ്തിട്ടുണ്ട് മരുമകളായിട്ട്. ഇതിലും മരുമകളാണ്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ അവരുടെ അടുത്ത കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ കഥ കേൾക്കുമ്പോഴും ത്രൂ ഔട്ട് മരുമകൾ ഗീത എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഒരുപാട് ടേക്ക്, അതായത് മുരളി സാറും ഞാനും അല്ല, പ്രിയൻജിക്ക് അതൊരു ഭയങ്കര, പ്രിയനന്ദന് പുള്ളി ഒരു 10, 15, 20 ടേക്കോളം എടുക്കും. കാരണം പുള്ളിയുടെ മൈൻഡിലുള്ള ഒരു സാധനം വരണം. അത് പുള്ളിക്ക് കാണിച്ചു തരാനും പറ്റുന്നില്ല. എന്നാൽ അത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കൊക്കെ അതിശയമായിരുന്നു മുരളി സാറിനെയൊക്കെ കൊണ്ട് പ്രിയഞ്ചി ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് തന്നെ ഒരു, കാരണം അവരൊക്കെ ഒരു മാക്സിമം പോയ ഒരു 2 ടേക്ക്, അല്ലെങ്കിൽ എല്ലാം ഒരു സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രിയഞ്ചിയെ തന്നെ നോക്കുമായിരുന്നു കുറേ പ്രാവശ്യം എടുക്കും. പക്ഷേ അതെന്താ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ഓരോ വർക്കിനും പ്രിയഞ്ചിക്ക്.